ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷേഴ്സ് ഫുഡ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ പിരിഞ്ഞു പോയ പാൽ കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പിരിഞ്ഞ പാലാണ്. ഇത് നന്നായി തിളപ്പിക്കണം. പാൽ തിളപ്പിക്കുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് കിട്ടണമെങ്കിൽ ഇതിലേക്കൊരു 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വലിയ വലിയ തരികളായിട്ട് കിട്ടും. പിരിയാത്ത പാലാണ് കയ്യിലുള്ളതെങ്കിൽ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നല്ല രീതിയിൽ വലിയ കട്ടകളായിട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വെള്ളം മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് ഒരു മാങ്ങയാണ്. നല്ല പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. അതും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ടതിന് ശേഷം രണ്ടും കൂടി നന്നായി അരച്ചെടുക്കണം. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അൽഫോൺസ മാമ്പഴമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ചെറിയ മാമ്പഴം മതിയാവും. ഇനി വേണ്ടത് നെയ്യാണ്. ഒരു പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 10 രൂപയുടെ ചെറിയ പാക്കറ്റാണ്. അത് മതിയാവും. അത്രയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ 3 കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇതൊന്ന് ടൈറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. 5 ഏലക്കയാണ് ഞാനിവിടെ പൊടി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നന്നായി ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇത് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പരത്തി വെച്ച് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ രീതിയിലൊന്ന് പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പിസ്ത പൊടിച്ചതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ഉഷേഴ്സ് ഫുഡ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.